ഹലോ ഗായ്സ്, സ്പോർട്സ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ISL ലീഗിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പം ഏതൊക്കെ ടീം എന്തൊക്കെ ട്രാൻസ്ഫർ ചെയ്തെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണിത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. ഫസ്റ്റ് ട്രാൻസ്ഫർ ബ്രണ്ണോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന FC ഗോവയുടെ പ്ലെയറാണ്. ലെഫ്റ്റ് വിങ്ങും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. ആ പ്ലെയർ പോയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്കാണ്. അത് അവർ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഡീല്. അപ്പം രണ്ടാമത്തെ ട്രാൻസ്ഫർ വെച്ചാൽ നമ്മുടെ പഞ്ചാബ് FC സെൻട്രൽ ബാക്കായ ദിമിത്രിയോ ചാറ്റിൻസൺസ് എന്ന് പറയുന്ന പ്ലെയറാണ്. സെൻട്രൽ ബാക്കാണ്. അപ്പോൾ ആ പ്ലെയർ പോയിരിക്കുന്നത് ജംഷഡ്പൂരിലേക്കാണ്. അതും 424 കേക്കാണ് പോയിരിക്കുന്നത്. പഞ്ചാബ് FC അത് ഡൻഡിയിലായി ഒഫീഷ്യലായി അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തേതെന്ന് വെച്ചാൽ നമ്മളെ ഹൈദരാബാദത്തെ പ്ലെയറായ സെൻട്രൽ ഫോർവേഡായ ഇന്ത്യൻ പ്ലെയറായ സെൻട്രൽ ഫോർവേഡ് അറീന ഡി സിൽവ എന്ന് പറയുന്ന പ്ലെയറാണ്. ഹൈദരാബാദത്തെ സെൻട്രൽ ഫോർവേഡ് പ്ലെയറാണ്. ആ പ്ലെയർ നേരെ പോയത് FC ഗോവ ഹൈദരാബാദിന് കൊടുത്തത് 341K ആണ് കൊടുത്തിട്ടാണ് അൻഡ്രിയാന ഡെ സിൽവയെ സ്വന്തമാക്കിയിരിക്കുന്നത്. നാലാമത്തെ ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC സെക്കൻഡ് ഗോൾ കീപ്പറായ പ്രഭ്ശുഗൻ ഗിൽ ഹൈദരാബാദിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അതും ഹൈദരാബാദ് 312 കേക്കാണ് പ്രഭ്ശുഗൻ ഗില്ലിനെ സ്വന്തമാക്കിയത്. അപ്പം അതും ഡൻഡിയിൽ തന്നെയാണ്. പിന്നെ ഒഡീഷ FC പ്ലെയറായ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ പ്ലെയറിനെ ബാംഗ്ലൂർ FC സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ഒഡീഷ FC ശർമ്മയാണ് ബാംഗ്ലൂർ FC അവരുടെ തട്ടകത്തിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതും 248K ഓഫർ ചെയ്തിട്ടുണ്ട്. അതിന് ഡൻഡിയിലായി പ്രഖ്യാപിച്ചില്ല അവർ. അപ്പം ആറാമത്തെ ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ നമ്മളെ ഈസ്റ്റ് ബംഗാളിനാണ്. ഈസ്റ്റ് ബംഗാളിൻ്റെ പ്ലെയറായ ലെഫ്റ്റ് വിങ്, അതും ഇന്ത്യൻ പ്ലെയർ തന്നെയാണ്. ധീരജ് എന്ന് പറയുന്ന പ്ലെയറാണ് ലെഫ്റ്റ് ബാക്ക്. ധീരജ് എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്ക് ഇന്ത്യൻ പ്ലെയറാണ്. ആ പ്ലെയറും ബാംഗ്ലൂർ FC സ്വന്തമാക്കിയിട്ടുണ്ട്. ബാംഗ്ലൂർ FC ഈസ്റ്റ് ബംഗാളിന് നൽകിയത് 100K ഓഫർ ചെയ്ത് സ്വന്തമാക്കിയിട്ടുണ്ട് ബാംഗ്ലൂർ FC. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് ഇന്ത്യൻ ട്രാൻസ്ഫർ ഡൻഡിയിലായി പറഞ്ഞിട്ടുള്ളത്. ബാംഗ്ലൂർ FCയുടെ ഒരു പ്ലെയറിനെ മാത്രമേ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കാതുള്ളൂ. ബാക്കി 5 പ്ലെയേഴ്സും ഒഫീഷ്യലായി പ്രഖ്യാപിച്ചതാണ്. അപ്പം അടുത്തത് വെച്ചാൽ ഒരു ബിഗ് ട്രാൻസ്ഫറാണ് മച്ചാമാരെ. അത് ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം മച്ചാമാരെ. അതിനു മുമ്പ് ചെറിയ കാര്യം പറയാനുണ്ട് ഗൈസ്. അപ്പം നമ്മളെ ട്രാൻസ്ഫറൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്കൗണ്ടിന്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റും. അതിലായിരിക്കും നമ്മൾ കൂടുതൽ അപ്ഡേറ്റൊക്കെ വിടുന്നത്. യൂട്യൂബിൻ്റെ ആയാലും ഗെയിമിംഗ് ആയാലും എല്ലാ അപ്ഡേറ്റും അതിലൂടെ ആയിരിക്കും വിടുന്നത്. അപ്പം നിങ്ങൾക്കും ചാറ്റ് ചെയ്ത് കുറേ ഫ്രണ്ട്സിനും ഉണ്ടാക്കാൻ കഴിയും. ഇപ്പം മാക്സിമം ആ സർവറിൽ ആ ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്ത് പവറാക്കാൻ നോക്കാം മച്ചാമാരെ. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ കണ്ടന്റിലേക്ക് തിരിച്ചു വരാം മച്ചാമാരെ. പിന്നെ മച്ചാമാരെ, ATK മോഹൻ ബഗാൻ ഒരു റൂമർ, ചിലപ്പോൾ സാധ്യതയുള്ള ഒരു റൂമറാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്പെയിൻ, മറ്റേ ഇറ്റാലിയൻ ക്ലബ്, ഇതിലൊക്കെ കളിച്ച് പരിചയസമ്പത്തുള്ള ഒരു പ്ലെയർ ഇന്ത്യൻ ടീമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതും ATK മോഹൻ ബഗാനാണ് ചാൻസ് കൂടുതലും. ആ പ്ലെയറിൻ്റെ പേരെന്ന് വെച്ചാൽ പെഡ്രോ റോഡ്രിഗസ് എന്നാണ്. 37കാരനാണ്. ഇപ്പോൾ ചെൽസിയിലെ കളിക്കുന്ന പ്ലെയർ ആയിട്ടാണോ തോന്നുന്നു. മുന്നേ സ്പെയിനിൽ ബാഴ്സലോണ കളിച്ചിട്ടുണ്ട്, റയൽ മാഡ്രിഡിൽ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ചെൽസിനൊപ്പം കളിക്കുന്നുണ്ട്. ഇറ്റാലിയൻ ക്ലബിൽ ഇന്റർ മിയാമിക്ക്, അങ്ങനെ AC മിലാനും കുറേ ക്ലബിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. പരിചയസമ്പത്തുള്ളൊരു ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും കളിക്കാൻ ശേഷിയുള്ള ഒരു പ്ലെയറാണ്. 37കാരനാണ്.
അപ്പോൾ മച്ചാനെ ഈ ട്രാൻസ്ഫർ സംഭവിച്ചാൽ ഇന്ത്യൻ ട്രാൻസ്ഫറിലെ ഏറ്റവും മികച്ച ട്രാൻസ്ഫറായി മാറാൻ കഴിയുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം നടന്ന ഇന്ത്യൻ ലീഗ് തന്നെ മാറിയും അപ്പം അത്ര വലിയ തുകക്കായിരിക്കും ടി.കെ മുഹമ്മദ് ഖാൻ ആ പ്ലെയറിനെ സ്വന്തമാക്കാൻ കഴിയും എന്ന് തോന്നുന്നു. പെഡ്രോ റോഡ്രിഗേസിന്. അപ്പോൾ 37-കാരനാണെന്ന് നോക്കണം മച്ചവനെ. ടി.കെ മുഹമ്മദ് ഖാൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് പ്ലെയറിനെ കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യയിലേക്ക്. അപ്പം നല്ല തുക ഓഫർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇത് നടക്കാൻ നല്ല സാധ്യത ഉണ്ട് മച്ചവനെ. അപ്പോൾ ഈ വീഡിയോ വിളിച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.